ഹായ് ഇഖ്വാൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ അഖ്ബാറൊക്കെ റാഹത്തല്ലേ? ഇന്ന് നമ്മൾ ബാഇനെ കുറിച്ചാണ് പഠിക്കണം. ഇന്നലെ അലിഫ് പഠിച്ചു, ഇന്ന് ബാ ആണ് പഠിക്കണം. ബ ത അങ്ങനെ പറയാം, പറച്ചിലല്ലല്ലോ അവരെ പഠിക്കണം, അതുകൊണ്ട് എഴുത്ത് പഠിക്കുക. ബാ എഴുതുന്ന രൂപം വളരെ സിമ്പിളാണ്. ബാവ് 4 ഐറ്റം ബാവ് പറയുന്നുണ്ട്. ആ പേരുകളൊക്കെ ഇവിടെ പറഞ്ഞിട്ട് നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. പേര് പഠിക്കുക എന്നുള്ളതല്ല പ്രധാനം, എഴുത്ത് പഠിക്കാനുള്ള. ബാ ഇവിടെ തുടങ്ങിയിട്ട് ഇതാണ് ബാ. ഇതാണ് ബാ. ഈ ഭാഗം കുറച്ച് പൊങ്ങി നിൽക്കും, ഈ ഭാഗം താന്നു നിൽക്കും. ഒരു വര ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഇല്ലേ, ഇങ്ങനെ വരില്ല, ഇങ്ങനെ വരാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, സാധാരണ നമ്മളൊക്കെ ബാ ചെയ്തൊന്നിരിക്കും ഇങ്ങനെ കാലം ഇവിടെ ഇങ്ങനെ ചതുരാക്കിയിട്ട്, അത് ശരിയല്ല. ചിലവർ ഇങ്ങനെ ചെയ്തു കുടുക്കറക്കണമാതിരി, അത് ബാ അല്ല, അത് നൂനിൻ്റെ രൂപമാണ്. ബാ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ചെറിയ നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാ. പുറത്ത് ചെയ്താണെങ്കിൽ നമ്മൾ അല്ലാതെ ഇങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല കേട്ടോ. ഇപ്പോൾ ശ്രദ്ധിക്കണം, ബാവിൻ്റെ രൂപം ഇതാണ്. ഇവിടെ കുറച്ച് ബന്ധിക്കും, ഇവിടെ കുറച്ച് താമസിക്കും. ഇത് 3 ഭാഗങ്ങളാണ് ബാഗിലുള്ളത്. ഒന്ന് ഇവിടെ നിന്നിട്ടുള്ള ഭാഗം, ഒന്ന് ഇങ്ങോട്ടുള്ള ഭാഗം, 3. ഒരു ഭാഗം ഇത്, മറ്റൊരു ഭാഗം ഇത്, മറ്റൊരു ഭാഗം. ഈ 3 ഭാഗങ്ങളും ശ്രദ്ധിക്കാം. ബാഗ് സെറ്റല്ലേ? ബാഗ് പിന്നെ പുള്ളിയിടണം, അപ്പം ബാ ആവും. മുകളിൽ 2 പുള്ളിയിട്ടാൽ താ ആവും. മുകളിൽ 3 പുള്ളിയിട്ടാൽ സാ ആവും. ബാ ഇവിടെ ഇങ്ങനെ ശരിയായി വളർന്നുണ്ടോ ബാഗ്. ഇതാണ് സാധാരണ നാച്ചുറൽ ബാഗ്. പിന്നെ തുടക്കത്തിൽ എഴുതുന്ന ബാഗ്, മധ്യത്തിൽ എഴുതുന്ന ബാഗ്, അവസാനം എഴുതുന്ന ബാഗ്, ഇതൊക്കെ വ്യത്യാസമുണ്ട്, ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ ജീമ്, ഹാ, ഹാ എന്നീ അക്ഷരങ്ങളെ മുമ്പിൽ എഴുതുന്ന ബാഗ്, മീമിൻ്റെ തുടക്കത്തിൽ എഴുതുന്ന ബാഗ്, അങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ ബാഗിൻ്റെ എഴുത്തിൽ കാണാൻ കഴിയും. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.